നാട്ടിക എംഎൽഎയും സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവുമായിരുന്ന സി മുകുന്ദനെ സിപിഐയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടേതാണ് നടപടി. ഇന്ന് ചേർന്ന സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് നടപടിയെടുക്കാൻ മണ്ഡലം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന സി മുകുന്ദനെ സിപിഐയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സി മുകുന്ദൻ പാർട്ടിക്ക് പുറത്തേക്ക്. എന്നാലും അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും സി മുകുന്ദൻ അച്ചടക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റി നടപടിയെടുത്തിരിക്കുന്നു. സി മുകുന്ദനെ സിപിഐയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റി നടപടിയെടുത്തിരിക്കുന്നു. സി മുകുന്ദൻ സിപിഐയിൽ നിന്ന് പുറത്തേക്ക്. വിവരങ്ങൾ കാർത്തോ, അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട സിപിഐയുടെ വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയത്. പാർട്ടി അച്ചടക്കം നിരന്തരമായി ലംഘിക്കുന്ന ഒരാൾ ആണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നത്. നാട്ടിക മണ്ഡലം കമ്മിറ്റിയാണ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സി മുകുന്ദൻ എംഎൽഎയെ പുറത്താക്കിയത്. ഇന്ന് തൃശൂരിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു. ഈ എക്സിക്യൂട്ടീവാണ് നടപടിയെടുക്കാൻ നാട്ടിക മണ്ഡലം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. ഇതനുസരിച്ചാണ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗമായ സിപിഐയുടെ മെമ്പറായ സിപിഐയുടെ മുതിർന്ന നേതാവ് കൂടിയായ സി മുകുന്ദനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സി മുകുന്ദൻ നടത്തിയ പ്രതികരണമാണ്. ആ വിഷയം നാട്ടികയിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ്. കാരണം സി മുകുന്ദൻ പറയുന്നത് താൻ ഒരു തവണ മാത്രമേ എംഎൽഎ ആയി നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളൂ. തനിക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ സി മുകുന്ദൻ അവസരം നൽകാതെ പാർട്ടി ഗീതാ ഗോപിയെ, മുൻ എംഎൽഎ ആയിരുന്നു നാട്ടിക മണ്ഡലത്തിൽ തന്നെ, ഗീതാ ഗോപിയെ ഇത്തവണത്തേക്ക് പരിഗണിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-നോടൊപ്പം സഹകരിച്ച് UDF സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് സി മുകുന്ദൻ പ്രതികരണം നടത്തിയത്. മാത്രമല്ല ഗുരുതര ആരോപണവും ഈ ഗീതാ ഗോപിക്കെതിരെ ഉന്നയിച്ചിരുന്നു. പേയ്മെന്റ് സീറ്റ് ആണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഗീതാ ഗോപിക്കെതിരെ, CPI-ക്കെതിരെ സി മുകുന്ദൻ ഉന്നയിച്ചിരുന്നു. ഗീതാ ഗോപി പാർട്ടിക്ക് വേണ്ടി പണം കൂടുതൽ പിരിച്ച് നൽകാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് ഗീതാ ഗോപിയെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയായി CPI പരിഗണിക്കുന്നത്. തനിക്ക് അതിനുള്ള കഴിവില്ല, തനിക്ക് പണം പിരിക്കാനുള്ള കഴിവില്ല, താൻ ഒരു പാവപ്പെട്ട സാധാരണ ഒരു പ്രവർത്തകനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷമായി തന്നെ സി മുകുന്ദൻ വികാരാധീനായ അഭിപ്രായ പ്രകടനവുമൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാമാണ് ഈ നടപടിക്ക് കാരണമായ പ്രധാന കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സി മുകുന്ദൻ അങ്ങനെ പാർട്ടി വിട്ടുപോകില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. സി മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും വഴങ്ങാതെ വന്നതോടെയാണ് ഇപ്പോൾ ഒടുവിൽ സി മുകുന്ദനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായി. ഇതിനിടെ കോൺഗ്രസിന്റെ മുതിർന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ സി മുകുന്ദനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. മുൻ DCC പ്രസിഡന്റും കോൺഗ്രസിന്റെ നേതാവുമായ ജോസ് വള്ളൂർ സി മുകുന്ദനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് CPI-യെ പ്രേരിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിരന്തര അച്ചടക്ക ലംഘനം നടത്തുന്ന ഒരു നേതാവാണ് സി മുകുന്ദൻ എന്നാണ് പാർട്ടിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പല തവണകളിൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് തിരുത്തൽ വരുത്താൻ പാർട്ടി ശ്രമിച്ചു. സി മുകുന്ദനെ തിരുത്തി വീണ്ടും ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ പാർട്ടി ശ്രമിച്ചു. പക്ഷേ സി മുകുന്ദൻ അതിന് വഴങ്ങില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി, ഈ തിരുത്തൽ വരുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് പാർട്ടി അച്ചടക്ക നടപടിയുമായി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാട്ടിക മണ്ഡലം കമ്മിറ്റിയായി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. എന്നിട്ട് പോലും സി മുകുന്ദൻ അച്ചടക്കം പാലിക്കാൻ തയ്യാറായില്ല എന്നുള്ള വലിയ കുറ്റപ്പെടുത്തൽ
കുറ്റപ്പെടുത്തൽ ഉണ്ട്. അതുപോലെ തന്നെ നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം വന്ന ശേഷവും പാർട്ടിക്കെതിരെ ഗുരുതരവും അതുപോലെ തന്നെ അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ CC മുകുന്ദൻ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉന്നയിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി അങ്ങോട്ട് ബന്ധപ്പെട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പരസ്യ നിലപാട് സ്വീകരിച്ചു എന്നതുൾപ്പെടെയാണ് CC മുകുന്ദനെതിരെ പാർട്ടി ഉന്നയിക്കുന്ന കുറ്റങ്ങൾ. ഒരു പാർട്ടി അംഗവും പാർട്ടിയുടെ MLAയും എന്ന നിലയിൽ പാലിക്കേണ്ട പാർട്ടിയുടെ അച്ചടക്കവും പാർട്ടി ബോധ്യവുമില്ലാതെ അങ്ങേയറ്റം ഗുരുതരമായ കടുത്ത അച്ചടക്ക ലംഘനമാണ് CC മുകുന്ദൻ നടത്തിയത് എന്നുള്ള ഗുരുതര ആരോപണം പാർട്ടി CC മുകുന്ദനെതിരെ ഉന്നയിക്കുന്നു. CC മുകുന്ദനെ പാർട്ടി അങ്ങേയറ്റം കരുതലോടെ സംരക്ഷിച്ചും അതുപോലെ പ്രോത്സാഹനം നൽകിയുമാണ് വളർത്തിക്കൊണ്ടുവരാൻ നാളിതുവരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ CC മുകുന്ദൻ പാർട്ടിയുടെ അച്ചടക്ക വിരുദ്ധമായ സമീപനങ്ങളാണ് നാളിതുവരെ സ്വീകരിച്ചത്. CC മുകുന്ദനെ അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിന്റെ വിദ്യാഭ്യാസ CC മുകുന്ദന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകി, ഉയർന്ന ശമ്പളം വാങ്ങിയിരുന്നു, പെൻഷൻ വാങ്ങുന്നു. മാത്രമല്ല അവിടെ പ്രാദേശിക പഞ്ചായത്ത് തലത്തിൽ വാർഡിൽ മത്സരിച്ച് വിജയിപ്പിക്കാനുള്ള അവസരം നൽകി, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള അവസരം നൽകി, ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ MLA ആയി മത്സരിക്കാനുള്ള അവസരം. അങ്ങനെ CC മുകുന്ദന് ഒരു പാർട്ടി നൽകാവുന്ന പരമാവധി അംഗീകാരങ്ങൾ CPI എന്ന പാർട്ടി CC മുകുന്ദൻ നൽകി. എന്നിട്ടും CC മുകുന്ദൻ വേണ്ട രീതിയിലുള്ള അച്ചടക്കത്തോടെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് പാർട്ടി CC മുകുന്ദനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ CC മുകുന്ദനെതിരെ ഉന്നയിക്കുന്നത്. എന്തായാലും CC മുകുന്ദന്റെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും മാധ്യമങ്ങൾ CC മുകുന്ദന്റെ പ്രതികരണത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുറത്താക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് CC മുകുന്ദന് ഇനി എന്താണ് പറയാനുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും മാധ്യമങ്ങൾ CC മുകുന്ദനുമായി ചോദിച്ചറിയും. CC മുകുന്ദന്റെ ബൈറ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. CC മുകുന്ദന്റെ പ്രതികരണമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. കർത്തു. ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.